ശാന്തം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദുതിക്കുട്ടി എന്ന് ടോപ്പ്. എങ്ങനെയുണ്ടായിരുന്നു കൺമണിക്കുട്ടി? കൺമണിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും സംശയമുണ്ടോ? കൈതപ്രത്തിന്റെ സംഗീതത്തിൽ KS ചിത്ര ആലപിച്ച ഗാനമാണ് താരം മനോഹർ. വളരെയധികം ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഉണ്ടാക്കി തരും. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ KS ചിത്ര ആലപിച്ച ഗാനവുമായാണ് അമൃത എന്ന്. ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാ പാടാൻ. പ്രത്യേകിച്ച് ഇങ്ങനെ കോമ്പറ്റീഷനും കൂടി ആകുമ്പോൾ പറയാനില്ല. അച്ചാരം അമ്മണി ഓഷാരം ഓമന എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഗൗരി എന്ന്. അതാരാ ചക്കി? ആര്യ ചേച്ചി, ചങ്കരൻ സാറും മധുവങ്കളും. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ P ജയചന്ദ്രനും P മാധുര്യമ്മയും ചേർന്നാലപിച്ച ഗാനമാണ് താരം മനോഹർ. നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങനെ നല്ലൊരു ചായ കുടിച്ച പോലെ ഇരുന്നു. ലൈൻ ബസ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് സിദ്ധലക്ഷ്മി എന്ന് ടോപ്പ്. ഒരു കഥ പറയുന്ന പോലെ ഇങ്ങനെ പാടി വന്നു. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ P മാധുര്യമ്മയും ലതാരാജുവും ചേർന്നാലപിച്ച ഗാനം. വലിയമ്മയ്ക്കും ചെറിയമ്മയ്ക്കും എന്താ ഈ കുഴപ്പം? ചെറിയമ്മയ്ക്ക് ശ്വാസം കിട്ടാണ്ട് ശ്രുതി പോയത്. എന്നിട്ടും ഇത്രയും വളരെ മനോഹരമായി അത് കൈകാര്യം ചെയ്തു. ഒടിയൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ആവണി എന്ന് ടോപ്പ്. തേൻകുറിശ്ശിയിലെ പാട്ടുകാരിയായ ആ ഗായിക എനിക്ക് കാണും. തേൻകുറിശ്ശിയിലെ ആ പാട്ടുകാരി. M ജയചന്ദ്രന്റെ സംഗീതത്തിൽ ശ്രേയാ ഘോഷാൽ ആലപിച്ച ഗാനമാണ് താരം മനോഹർ. ഒടിയന് ഓരോ പാട്ടും ഓരോ ഓർമ്മയാണ് മകളെ. താരങ്ങളുടെ മനോഹര പ്രകടനങ്ങളും വേദിയിലെ മനോഹര നിമിഷം. കഞ്ഞിയെടുക്കണ ഇഷ്ടം. ഞാൻ ഒടിയൻ.